ടിബറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങുന്ന രാജ്യം ഏത്? ഉത്തരം ചൈന. കിളിമഞ്ചാരോയിലെ ഉഹ്റു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി ശർമ്മ. 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? താരിഖ് റഹ്മാൻ. ലോകത്തിലെ ആദ്യ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യനായ താരം എത്ര ലോക കിരീടങ്ങൾ നേടിയിട്ടുണ്ട്? മാഗ്നസ് കാൾസൺ 21 കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളർ ആര്? റാഷിദ് ഖാൻ. ഇന്ത്യയിലെ ആണവോർജ മേഖലയിലേക്ക് കടക്കുന്ന ആദ്യ സ്വകാര്യ ഗ്രൂപ്പ് ഏത്? അദാനി ഗ്രൂപ്പ്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക പഠന പദ്ധതി ഏത്? ലീപ് എഹെഡ്. ലീപ് എ ഹെഡ്. തരിശായി കിടക്കുന്ന ഭൂമികളെ കൃഷിയോഗ്യമാക്കാൻ ആരംഭിച്ച സംസ്ഥാന പദ്ധതി ഏതാണ്? നവോത്ഥാൻ. സംരക്ഷണം ആവശ്യമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം നൽകുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം സ്നേഹിത. 2026 G20 ഉച്ചകോടി നടക്കുന്നത് ഏത് രാജ്യത്തിലാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. പുതിയതായി യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നേടാൻ ചർച്ച നടക്കുന്ന രാജ്യം ഏത്? ഉക്രൈനാണ്. 2026 ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്ന നഗരം ഏതാണ്? ഐച്ചി നഗോയ ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100ാം T20 മത്സരം ജയിക്കുന്ന ആദ്യ ടീം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ നഗരം പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ലഡാക്കിലെ ലേ എന്ന പ്രദേശം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്താണ്. വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസ പ്രകടനം നടന്നത് എവിടെയാണ്? പൊക്രാൻ. രാജസ്ഥാനിലാണ് പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പശു മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് ഏത് നഗരത്തിലാണ്? മധുര. ഉത്തർപ്രദേശ് മധുര. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ ഒരുങ്ങുന്ന സ്ഥലം ഏതാണ്? വൈക്കം. വൈക്കം കേരളത്തിലെ സ്ഥലമാണ്. രാജ്യത്ത് ആദ്യമായി സമഗ്ര നഗരനയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ലോക ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മാഗ്നസ് കാൾസൺ പരാജയപ്പെടുത്തിയ താരം ആരാണ്? ഫാബിയാനോ കരുവാന. T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരം ആരാണ്? റാഷിദ് ഖാൻ ആണ്. AKG സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരളശ്ശേരി കണ്ണൂരിലാണ് AKG സ്മാരക മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യ മ്യൂസിക്കൽ റോഡ് നിലവിൽ വന്നത് എവിടെ? മുംബൈ കോസ്റ്റൽ റോഡ്. ടൈപ്പ് 2 പ്രമേഹ നിയന്ത്രണത്തിനുള്ള പുതിയ അരി ഇനം വികസിപ്പിച്ച സ്ഥാപനം? CSIR NIIST തിരുവനന്തപുരം. യുണിസെഫിന്റെ പുതിയ ഗുഡ്വിൻ അംബാസിഡർ ആരാണ്? യുണിസെഫിന്റെ പുതിയ ഗുഡ്വിൻ അംബാസിഡർ താരിഖ് റഹ്മാൻ ആണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അന്താരാഷ്ട്ര സർക്കാർ വിദ്യാലയം ഏത്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ആണ്. കുടുംബശ്രീയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആരംഭിച്ച പ്രീമിയം ബ്രാൻഡ് ഏതാണ്? കെ ഇനം. വിദ്യാർത്ഥികളുടെ പരീക്ഷാഭയം കുറയ്ക്കാൻ പ്രധാനമന്ത്രി നടത്തുന്ന പരിപാടി ഏതാണ്? പരീക്ഷാ പേ ചർച്ച. അമേരിക്കൻ AI കമ്പനിയായ ആന്ത്രോപിക് ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിച്ചത് എവിടെ? ബാംഗ്ലൂരിലാണ്.
ബാംഗ്ലൂരിലാണ്. ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശാണ്. 2026 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ്? പെപ്പിത. തരിശുഭൂമികളിലേക്ക് കർഷകരെ തിരിച്ചു കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതി ഏത്? നവോത്ഥാൻ പദ്ധതിയാണ് തരിശുഭൂമിയിലേക്ക് കർഷകരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി. വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗ ആരോഗ്യവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? ജീവനം. കപ്ല ബിൽഡിംഗ് ബ്ലോക്കിന്റെ സ്രഷ്ടാവ് ആരാണ്? ടോം വാൻ ഡെർ ബ്രൂഗൻ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ട വർഷം ഏതാണ്? 2028. 25 വർഷം പൂർത്തിയാക്കിയ പ്രശസ്ത മലയാള കവിത ഏത്? കണ്ണട ആണ്. 2026 ഫെബ്രുവരിയിൽ അവസാനിച്ച പ്രധാന ആണവ ആയുധ നിയന്ത്രണ ഉടമ്പടി ഏതാണ്? ഉത്തരം ന്യൂ സ്റ്റാർട്ട്. യുവാക്കൾ ലഹരിക്കായി ദുരുപയോഗം ചെയ്യുന്ന വേദന സംഹാരി ഏതാണ്? ടൈഡോൾ ആണ്.